ഹലോ ഗൈസ്, ഇന്ന് ഫെബ ആക്ട് ചെയ്ത മൂവിയുടെ പ്രിവ്യൂ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് എന്താണെന്ന് കാണാം. നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ഒരു ആക്ടിങ് ആ ഒരു രീതി ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ തിയേറ്ററിലെത്തി. പിന്നെ ഈ ഫിലിം കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. ഈ വ്ളോഗിൽ ഞാൻ ഫെബ ആക്ട് ചെയ്ത പാട്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് എന്തായി? ആള് കേസിന്റെ കാര്യങ്ങളൊക്കെ ഫുൾ ഓട്ടത്തില്ല. എനിക്കാണെങ്കിൽ ഇവിടെ വെറുതെ ഇരുന്നിട്ട് വട്ടം. പിന്നെ നിക്ക് ഒരു മിനിറ്റ്. കാണാവോ? അതൊന്നുമില്ല. മുകുന്ദൻ സാർ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് അയച്ചതാ. അതൊന്നും നോക്കാൻ പോയത്. സാർ ഇവിടെ ചാർജ് എടുത്തോ? അപ്പോഴേക്കും ഞാനിന്ന് സമയം പോണെന്ന് പറഞ്ഞപ്പോ പുള്ളി എന്ന പണിയാ. ആള് എത്ര സീരിയസ് ആയിരുന്നു എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. അതെന്താ അവിടെ സൗണ്ട്? അതിവിടെ തൂക്കിയിട്ടിരുന്ന കൊട താഴെ വീണതാ. രക്ഷയുടെ മുഖം കുറെ കാലേ മനസ്സിൽ നിന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തായാലും ആ കുട്ടിക്ക് കൊട തിരിച്ചു കിട്ടിയല്ലോ. രക്ഷവിന് ചെറിയ കുട്ടിയാണെന്നെങ്കിലും പറയാം. പണ്ട് നമ്മള് ന്യൂയോർക്കിലായിരുന്ന സമയത്ത് മുത്തശ്ശന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആളുടെ കൂടെ ആരോ പുകിലായിരുന്നറിയോ? ആണോ? കൊട തിരിച്ചു കിട്ടിയായിരുന്നോ? അറിയില്ല. നമ്മള് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയം ആള് മെന്റൽ ഹെൽത്ത് സെന്ററിലൊക്കെ ആയിരുന്നു. ആളുടെ ഉള്ളതുകൊണ്ട് കാണാൻ ചാൻസ് ഉണ്ട്. പണ്ട് മുത്തശ്ശൻ ടൂറിസ്റ്റ് ഗൈഡായിട്ട് ജോലി ചെയ്തിരുന്ന. ശിക്ഷ കഴിഞ്ഞോ? ഇല്ല, ഇനിയൊരു 4-5 വർഷം കൂടി ഉണ്ട്. എന്ത് പറ്റി? അവളുടെ ഹസ്ബൻഡ് എന്ത് ടോക്സിക് ആയിരുന്നു അല്ലേ? അവനെയും കൂടെ പിടിച്ച് അകത്താക്കണമായിരുന്നു. രക്ഷയുടെ മുത്തശ്ശൻ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാണ്. സായിപ്പിന്റെ തിരുവനന്തപുരത്ത് നല്ലൊരു മൂവിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ ഉടനെ അവരെല്ലാം നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം ചോദിച്ചു. കൊള്ളാം, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ പറഞ്ഞു. നെഗറ്റീവെല്ലാം അവരെടുത്തിട്ട് അവർ പറഞ്ഞു അവർ കുറച്ചുകൂടെ ഒന്ന് ക്വാളിറ്റി കൂട്ടി ഇറക്കാനുള്ള പ്ലാനാണ് OTTയിൽ. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു നല്ലൊരു മൂവിയായിട്ട് ഇറക്കുന്നതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.